ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവരും സുഖമല്ലേ? എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഡോൺലിയുടെ ചാമ്പ്യൻ എന്ന് പറയുന്ന ഒരു കൊറിയൻ സിനിമയുമായിട്ടാണ്. ഒരു ഫീൽ ഗുഡ് സിനിമയാണ് ഇത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ആപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു ചെറിയ വഴി. ടാക്സാൽ എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഒരു ഗെയിമിംഗ് ആപ്പാണ്. വലിയ കഷ്ടപ്പാടൊന്നുമില്ല. നിങ്ങൾക്ക് കുറച്ച് ഒബ്സർവേഷൻ സ്കില്ലും ഒരല്പം പ്രഡിക്ഷൻ എബിലിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും പണം സമ്പാദിക്കാം. ഇതിൻ്റെ ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 10 രൂപയാണ്. 10 രൂപയ്ക്ക് നിങ്ങളൊരു പ്രഡിക്ഷൻ നടത്തുമ്പോൾ അത് ശരിയായിട്ട് വന്നു കഴിഞ്ഞാൽ 90 രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതായത് ഇരട്ടിയോ 2 ഇരട്ടിയോ ഒന്നുമല്ല, 9 ഇരട്ടി. അതുപോലെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിൽ 20 രൂപ ഓഫറായിട്ട് ലഭിക്കും. അപ്പോൾ ഒന്ന് കളിച്ചു നോക്കിക്കോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഈ ആപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നമുക്ക് കഥയിലേക്ക് കടന്നു കളയാം. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഹീറോ മാർക്ക്. വളരെ ചെറുപ്പത്തിൽ തന്നെ ദത്തെടുക്കപ്പെട്ട് മാർക്ക് US-ൽ സെറ്റിലായിരിക്കുകയാണ്. മാർക്ക് ഒരു ആം റെസ്ലർ കൂടിയാണ്, അതായത് നമ്മുടെ പഞ്ചഗുസ്തിക്കാരൻ. ഇതാണ് ജിൻഗി, നമ്മുടെ മാർക്കിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. സൂജിൻ മാർക്കിന്റെ അനിയത്തി. ജൂൻഹയോങ്ങും ജൂൻഹിയും മാർക്കിന്റെ അനിയത്തിയുടെ കുട്ടികളാണ്. ഇനി നമുക്ക് കഥയിലേക്ക് പോവാം. നമ്മുടെ മാർക്ക് ഒരു പബ്ബിൽ ബൗൺസറായിട്ട് ജോലി ചെയ്യുകയാണ്. ഒരു ദിവസം തന്റെ ഫ്രണ്ട് ജിൻഗിയെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ആ പബ്ബിന്റെ ഉടമയുമായിട്ട് ഉടക്കേണ്ടി വന്നു നമ്മുടെ മാർക്കിന്. അതുകൊണ്ട് തന്നെ അയാളുടെ ജോലിയും പോകുന്നു. അതിനുശേഷം ഒരു സൂപ്പർ മാർക്കറ്റിൽ സെക്യൂരിറ്റി ആയിട്ടൊക്കെ ജോലി ചെയ്യുകയാണ് നമ്മുടെ മാർക്ക്. എന്നാൽ ജിൻഗി ആവട്ടെ നേരെ കൊറിയയിലേക്ക് വെച്ച് പിടിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ജിൻഗി മാർക്കിനെ ഫോൺ വിളിക്കുന്നു. കൊറിയയിൽ ആം റെസ്ലിംഗ് ടൂർണമെന്റ് നടക്കാൻ പോവുകയാണ്. അവിടെ ജയിക്കുന്നവർ ഇന്റർനാഷണൽ ലെവലിൽ മത്സരിക്കാൻ സാധിക്കും. ഇതാണ് നിന്റെ അവസാനത്തെ ചാൻസ്. എന്തായാലും നീ വന്ന് പങ്കെടുക്കണമെന്ന് ജിൻഗി മാർക്കിനോട് പറയുന്നു. മാർക്കിന് ആദ്യം വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും തന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ ജിൻഗി പറഞ്ഞത് ശരിയാണെന്ന് അവനും തോന്നുന്നു. അങ്ങനെ മാർക്ക് അവന്റെ പഴയ മെഡലുകളും ബാഗും ഒക്കെ പാക്ക് ചെയ്തിട്ട് നേരെ കൊറിയയിലേക്ക് വിടുന്നു. എയർപോർട്ടിൽ ജിൻഗിയും മാർക്കിനെ റിസീവ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അവനെയും കൂട്ടിയിട്ട് ജിൻഗി ഒരു ബർത്ത്ഡേ ഫംഗ്ഷനിലേക്കാണ് പോകുന്നത്. അവിടെ വെച്ച് നമ്മുടെ മാർക്ക് കഴിക്കുന്ന കഴിപ്പ് കണ്ടാലേ കണ്ടോ, പാത്രങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ജിൻഗി മാർക്കിനോട് പറയും, ഇവിടെ കൊറിയയിൽ ചങ്സോ എന്ന് പറയുന്ന ഒരു ബിഗ് ഷോട്ട് ഉണ്ട്. അങ്ങനെ ഈ ഗെയിമിലൊക്കെ ബെറ്റ് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് നന്നായിട്ടൊന്ന് സംസാരിച്ച് നിന്റെ മേലെ ബെറ്റ് കെട്ടിച്ചാൽ കിട്ടുന്ന ലാഭത്തിൽ അങ്ങേർക്കൊരു പങ്കും പോവും, നമുക്കും കുറച്ച് കിട്ടുകയും ചെയ്യും. അത് നമുക്ക് ഭയങ്കര ലാഭമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗാംബ്ലിംഗ് എന്നുള്ള രീതി ആയതുകൊണ്ട് നമ്മുടെ മാർക്കിന് അത്ര കൺവിൻസ് ആകുന്നില്ല. പക്ഷെ അവന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടായതുകൊണ്ട് അവൻ സമ്മതിക്കുന്നു. അങ്ങനെ ജിൻഗി മാർക്കിനെയും കൂട്ടിയിട്ട് കൊറിയ മുഴുവൻ ചുറ്റിക്കാണിക്കുന്നു. അതിനുശേഷം മാർക്ക് റൂമിലേക്ക് പോയപ്പോൾ ജിൻഗി അവന് വേണ്ടി ഒരു ഗിഫ്റ്റ് അവിടെ തയ്യാറാക്കി വെച്ചിരുന്നു. എന്താന്ന് വെച്ചാൽ നമ്മുടെ മാർക്കിന്റെ അമ്മയുണ്ടല്ലോ, അമ്മയുടെ ലൊക്കേഷൻ ഒരു ഫോണിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചങ്സോയ്ക്ക് ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. അവിടെയുള്ള ഷോപ്പുകൾ റെന്റിന് കൊടുക്കുകയാണ് ചങ്സോയുടെ ബിസിനസ്. അതിലൊരു കടയിലാണ് നമ്മുടെ മാർക്കിന്റെ അനിയത്തി സൂജിൻ കച്ചവടം നടത്തുന്നത്. ചങ്സോ ആ കെട്ടിടത്തിന്റെ ലിഫ്റ്റിനുള്ളിലേക്ക് കയറുമ്പോൾ നമ്മുടെ ജിൻഗി കൂടി അതിനുള്ളിലേക്ക് പ്രീ പ്ലാൻഡ് ആയിട്ട് കയറുന്നു. പക്ഷെ യാദൃശ്ചികമായിട്ട് ചങ്സോയെ കാണുന്നത് പോലെയാണ് അവന്റെ അഭിനയം. ഞാനാണ് ജിൻഗി, ഒരു സ്പോർട്സ് ഏജന്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അയാളെ പരിചയപ്പെടാൻ ശ്രമിക്കുന്നു. ലെവൻ അത്ര മെനയല്ല എന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരൻ അവനെ പിടിച്ച് തലകീഴായി കെട്ടി തൂക്കിയിടുന്നു. അതോടെ ജിൻഗി താൻ വന്ന കാര്യം പറയാൻ തുടങ്ങി. മാർക്കിനെ പറ്റിയും ഗുസ്തി മത്സരത്തെ പറ്റിയൊക്കെ അവൻ പറഞ്ഞപ്പോൾ ചങ്സോ അവനെ കേൾക്കാൻ തയ്യാറായി. എന്നാലും ചങ്സോ പറയും, ഈ ആം റെസ്ലിംഗ് കൊണ്ടൊന്നും എനിക്കൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് എനിക്കിതിൽ വലിയ താല്പര്യമില്ല എന്ന്. ഇത്തവണ ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ വളരെ കാര്യമായിട്ട് വലിയ രീതിയിൽ തന്നെ നടത്താനാണ് കൊറിയൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപാട് ലീഗൽ ബെറ്റിങ്ങുകളൊക്കെ നടക്കാൻ പോവുകയാണ്. ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മാർക്കിനെ പോലെ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ലാഭം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിൽ വെറും 10% മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഗി അയാളെ കൺവിൻസ് ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ നമ്മുടെ മാർക്ക് അവന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. കോളിംഗ് ബെൽ അടിക്കാൻ നോക്കുമ്പോൾ 2 കുഞ്ഞു കുട്ടികൾ ക്യൂട്ടായിട്ട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ആ കൊച്ചുപെണ്ണ് അവളുടെ ചേട്ടനോട് ഇയാളെ കാണാൻ ഭയങ്കര ബലിപ്പുള്ളൊരു ജീവനെ പോലെ ഉണ്ടല്ലോ എന്ന് തമാശ പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ വീടാണോ എന്ന് മാർക്ക് ചോദിക്കുന്നു. അപ്പോൾ അവള് പറയും, ഇത് ഞങ്ങളുടെ അമ്മമ്മയുടെ വീടാണ്. അതേ സമയത്ത് തന്നെ മാർക്കിന് ജിൻഗിയുടെ ഫോൺ വരുന്നു. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് പുറപ്പെടുന്നു. കുട്ടികളാവട്ടെ അകത്ത് പോയിട്ട് അവളുടെ അമ്മയോട് പുറത്തൊരു വലിയ മനുഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരെ കണ്ടപ്പോൾ പൈസ തിരിച്ചു ചോദിക്കാൻ വന്നവരെ പോലെയൊന്നും തോന്നിയില്ല എന്ന് പറയുന്നു. ഇപ്പൊ ആ കുട്ടികൾ അമ്മയും ചേർന്നിട്ട് ജനൽ വഴി അത് ആരാണെന്ന് നോക്കുന്നു. ആ സമയത്ത് മാർക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവർ ഒളിച്ചു കളയുന്നു. ഇപ്പോൾ ജിൻഗി നമ്മുടെ മാർക്കിനെ ചങ്സോയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അയാളാണ് നമ്മുടെ സ്പോൺസർ, അതുകൊണ്ട് അയാളോട് കുറച്ച് റെസ്പെക്റ്റോട് കൂടി പെരുമാറണമെന്നൊക്കെ മാർക്കിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജിൻഗി. ഇപ്പോൾ സൂജിനെ കാണിക്കുന്നു. അവളുടെ കടയിൽ വിറ്റുപോകാത്ത ഡ്രസ്സുകളൊക്കെ അവളുടെ ഫ്രണ്ട് ജിയോങ് ചെറിയ വിലക്ക് വാങ്ങിക്കൊണ്ടു പോകുന്നു. അതിനുശേഷം അടുത്തുള്ള കടക്കാരൊക്കെ കൂടി ജോളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഒരു പെണ്ണ് പറയും, ഇന്ന് മേലെ ആം
റെസ്ലിംഗ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് ബെറ്റൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും വന്നു എന്ന് തോന്നുന്നു. ദേ ആ കാട്ടാളനെ പോലെ ഒരുത്തിനെ കണ്ടോ, പുള്ളി അമേരിക്കയിൽ നിന്ന് വന്നതാണ്, പുള്ളിയാണ് ഇന്ന് മേലെ ആം റെസ്ലിംഗ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാളൊരു കൊറിയക്കാരനാണ്, പക്ഷേ ചെറുപ്പത്തിലെ ദത്തെടുത്ത് അയാൾ അമേരിക്കയിൽ പോയി അവിടെ സെറ്റിലായതാണ് എന്നൊക്കെ അവള് പറയുന്നുണ്ട്. റേഡിയോനെ കാട്ടി സ്പീഡാണല്ലേ ഈ പെണ്ണുങ്ങളുടെ വാക്കുകൾക്ക്, ശരിയല്ലേ? നമ്മുടെ മാർക്കാവട്ടെ അവിടെ നടക്കുന്ന എല്ലാ മത്സരത്തിലും എല്ലാവരെയും കാഷ്വലായിട്ട് തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടെ ചങ്സോയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഒരു ബെറ്റിംഗ് സൈറ്റ് തുടങ്ങിയിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ്. അങ്ങനെ മാർക്കിന് സ്പോൺസർഷിപ്പ് കിട്ടുന്നു. അതോടെ മാർക്കും ചിങ്കിയും നല്ലൊരു ഹോട്ടലിലേക്ക് താമസം മാറുന്നു. അവിടെയുള്ള മസാജ് ചെയറിൽ നമ്മുടെ മാർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. ഭയങ്കര ക്യൂട്ടല്ലേ ആ ചിരിയൊക്കെ കാണാൻ. ആ സമയത്ത് ജിങ്കിക്ക് ഒരു മെസ്സേജ് വരുന്നു. ഫസ്റ്റ് മാച്ച് ജയിക്കണം, പക്ഷേ രണ്ടാമത്തെ മാച്ചിൽ തോറ്റു കൊടുക്കണമെന്ന്. പുള്ളി ഒരു സംശയത്തോടെ മാർക്കിനോട് ഇത് പറയാമെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പുള്ളിക്കാരൻ ആ മസാജ് ചെയറിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ്. സൂജിൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവരുടെ കുട്ടികൾ അവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയെ കണ്ടപ്പോൾ മോൻ ചോദിക്കും, അമ്മ ഇന്ന് എനിക്ക് ഷൂ വാങ്ങിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു, കൊണ്ടുവന്നില്ല അല്ലേ? അയ്യോ മോനെ, ഞാൻ മറന്നുപോയി, ഞാൻ ഉടനെ തന്നെ വാങ്ങിച്ചു തരാം. ഇപ്പോൾ രണ്ടുപേരും സ്കൂളിൽ പോകാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും ഹഗ് ചെയ്ത് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നു. അതിനുശേഷം സൂജിൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ പെട്ടി തുറന്നു നോക്കുന്നു. അതിൽ ഒരമ്മയും മകനും നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഇതേ സമയം പുറത്ത് മാർക്ക് ആ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കൊച്ചു കുട്ടികൾ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് ഓടി അപ്പുറത്തെ സൈഡിലേക്ക് ഒളിക്കുന്നു. പക്ഷെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ഷാർപ്പായിരുന്നു. ഞാൻ കണ്ടേ എന്നുള്ള രീതിയിൽ അവൾ മാർക്കിനെ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം മാർക്ക് ആ കുട്ടികളോട് ജംസിപ്പ് നിങ്ങളുടെ അമ്മൂമ്മയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ ചെക്കൻ പറയും, അതെ, നിങ്ങൾ ആരാണ്? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മുടെ വീടിന്റെ അടുക്ക വന്ന് നിന്നാൽ നമ്മൾ പോലീസിനെ വിളിച്ച് പറയുമെന്ന് അവൻ പറയുന്നു. ഇപ്പോൾ വീട്ടിൽ ആരുണ്ട് എന്ന് മാർക്ക് ചോദിക്കുന്നു. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് പറയും, എൻ്റെ അമ്മയുണ്ടല്ലോ. അപ്പോൾ അവളുടെ ചേട്ടൻ അവളുടെ കൈ പിടിച്ച് വലിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവളാവട്ടെ മാർക്കിനോട് ടാറ്റയൊക്കെ പറഞ്ഞ് വീണ്ടും കാണാമെന്നുള്ള രീതിയിലാണ് പോകുന്നത്. നമ്മൾ സൂയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് ആനേനെ കണ്ടാൽ പെട്ടെന്ന് ഇഷ്ടപ്പെടും. അതുപോലെയാണ് പുള്ളിക്കാരിക്ക് മാർക്കിനെ അത്രയും വലിയ ശരീരമൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര ക്യൂട്ട്നെസ് ആയിട്ടാണ് തോന്നിയതെന്ന് തോന്നുന്നു. മാർക്കിനെ കാണാൻ നമുക്കും ക്യൂട്ടായിട്ട് തന്നെയാണ് തോന്നുന്നത്, അവൾക്ക് മാത്രമല്ല. കൊറിയയിൽ കോംബോ എന്ന് പറയുന്ന ഒരാൾ ഒരു വലിയ പഞ്ചഗുസ്തിക്കാരനാണ്. പുള്ളിക്കാരൻ ഒരു ട്രെയിനിങ് സെന്ററും ഒക്കെ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചങ്സോ അയാളെ വിളിച്ചിട്ട്, ഞാൻ ഒരാളെ ഇങ്ങനെ ചാമ്പ്യൻഷിപ്പിന് അയക്കാൻ പോവുകയാണ്, അയാൾ വെർത്താണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് പറഞ്ഞു തരണമെന്ന് പറയുന്നു. മറ്റൊരു വശത്ത് നമ്മുടെ മാർക്ക് അവന്റെ സഹോദരിയെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താൻ എപ്പോഴും പോകാറുള്ള അതേ മാളിൽ തന്നെയാണ് അവളും ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അവന് അത്ഭുതം തോന്നി. കാരണം ഇത്രയും കാലമായിട്ട് അവൻ അവളെ കണ്ടില്ലായിരുന്നല്ലോ. എന്നിട്ട് മാർക്ക് അവിടെ ഒരു തൂണിന്റെ പുറകിൽ നിന്നിട്ട് ഇങ്ങനെ ഒളിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജിങ്കി അങ്ങോട്ടേക്ക് വരുന്നു. നീ ആരെയാടെ ഒളിച്ചു നോക്കുന്നത്? ആ പെണ്ണിനെയാണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ ചൂണ്ടുന്നു. അപ്പൊ മാർക്ക് അവനെയും കൂട്ടി അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ നമ്മുടെ സൂജിൻ അത് കാണുന്നു. അവള് വേഗം ആ അമ്മയുടെയും മകന്റെയും ഫോട്ടോയുള്ള പെട്ടി എടുത്തിട്ട് അവനോട് സംസാരിക്കാൻ പോകുമ്പോഴേക്കും മാർക്കും കൂട്ടുകാരനും അവിടെ നിന്ന് പോയിരുന്നു. അങ്ങനെ ജിങ്കിയും മാർക്കും കൂടി ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ മാർക്ക് പറയും, ഞാനിങ്ങനെ കൊറിയൻ ഫുഡൊന്നും കഴിക്കാറില്ല, ഞാൻ അമേരിക്കൻ സ്റ്റൈൽ ഫുഡുകൾ മാത്രമേ കഴിക്കാറുള്ളൂ. പക്ഷേ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റ്. അതോടെ ചറ ഓർഡർ ചെയ്ത് കഴിക്കാൻ തുടങ്ങി. ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും കൊറിയൻ ഫുഡിന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ മാർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ജിങ്കി നേരത്തെ വന്ന മെസ്സേജിനെ കുറിച്ച് പറയുന്നു. ആദ്യത്തെ മാച്ചിൽ നീ ജയിക്കണം, പക്ഷെ രണ്ടാമത്തെ മാച്ചിൽ നീ തോറ്റുകെടുക്കണമെന്നാണ് അവർ പറയുന്നത്. ഇതൊരു ബിസിനസ് അല്ലേ, ആ രീതിയിൽ കണ്ടാ മതി എന്ന് ജിങ്കി മാർക്കിനോട് പറയുന്നു. അങ്ങനെ മാച്ച് തുടങ്ങി. ഫസ്റ്റ് മാച്ചിൽ നമ്മുടെ മാർക്ക് തന്നെ ജയിച്ചു. മത്സരം കാണുന്നതിന് വേണ്ടിയിട്ട് സൂജിനും ആ ജനക്കൂട്ടത്തിനിടയിൽ വന്ന് നിൽക്കുന്നുണ്ട്. കയ്യിലാണെങ്കിൽ ആ ബോക്സും ഉണ്ട്. ചങ്സോ നമ്മുടെ സൂജിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാർക്ക് കാണുന്നുണ്ട്. രണ്ടാമത്തെ മാച്ചിൽ നമ്മുടെ മാർക്ക് തന്നെ വിജയിക്കുന്നു. അതോടെ ചങ്സോയ്ക്ക് ദേഷ്യം വന്നു. അതേസമയം കോംബോ ഈ മത്സരങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ജിങ്കി കാണുന്നു. അതോടെ ജിങ്കി എല്ലാവരോടുമായിട്ട് ചോദിക്കുന്നു, മാർക്കും കോംബോയും തമ്മിലുള്ള മത്സരം ആർക്കൊക്കെ കാണണമെന്ന്. പക്ഷേ കോംബോ ഞാൻ ഇത്തരം സ്ഥലങ്ങളിൽ മത്സരിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ഒഴിവാകുന്നു. നമ്മുടെ മാർക്കിനും ആ മത്സരത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ചങ്സോയെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്നും പോകുന്നു. പുറത്തു വന്നതിന് ശേഷം ജിങ്കി മാർക്കിനോട് പറയും, എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മുടെ ബോസാണ്, നീ ഇങ്ങനെയൊന്നും ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നു, നിന്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു, നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് തിരിച്ചു പോകണം, ക്ഷമ ചോദിക്കണം എന്നൊക്കെ ജിങ്കി പറയുന്നു. അല്ല നീ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? ആ പെണ്ണിന് വേണ്ടിയിട്ടോ? അതാരാ ആ പെണ്ണ് എന്ന് ജിങ്കി ചോദിക്കുന്നു. എനിക്കറിയാൻ പാടില്ല എന്ന് മാർക്ക് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. ജിങ്കി നേരെ ഷോപ്പിനുള്ളിൽ കയറിയിട്ട് സൂജിനോട് നിനക്ക് എങ്ങനെ മാർക്കിനെ അറിയാമെന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും അവന്റെ മുഖത്തേക്ക് ആരോ ഒരു ബാഗ് വലിച്ചെറിയുന്നു. താഴെ വീണ് അവൻ എണീറ്റ് നോക്കുമ്പോൾ അത് ചങ്സോയാണ്. നീയൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹോട്ടൽ മുറി ഞാൻ ചെക്കൗട്ട് ചെയ്തു. മാത്രമല്ല ഈ കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റിൽ നിന്ന് ₹1 പോലും നിനക്കൊന്നും ഞാൻ തരാൻ പോകുന്നില്ല. നീയൊക്കെ കാരണം എനിക്കുണ്ടായിരിക്കുന്ന നഷ്ടം വളരെ വലുതാണ് എന്നും പറഞ്ഞ് ചങ്സോ അവനോട് ദേഷ്യപ്പെടുന്നു. ആ മാർക്ക് എവിടെ? അവനെ ഞാനിന്ന് കൊല്ലും എന്നൊക്കെ ജിങ്സോ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. ജിങ്കി ആവട്ടെ അയാളെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ചങ്സോ ജിങ്കിയുടെ വയറിന്
ഒരൊറ്റ കുത്ത്. അപ്പോഴേക്കും കറക്റ്റായിട്ട് മാർക്ക് അങ്ങോട്ടേക്ക് വരികയും ജിങ്കിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചങ്സോയുടെ ആൾക്കാരെയൊക്കെ അടിച്ചിഞ്ച പരുമാക്കുകയും ചെയ്യുന്നു. സൂജിൻ വന്നിട്ട് ചങ്സോയുടെ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തടുക്കാൻ ശ്രമിക്കുമ്പോൾ അവളെ തള്ളിയിട്ട് ഒരു വട്ടിയെടുത്ത് അവളെ അടിക്കാൻ നോക്കുമ്പോൾ മാർക്ക് വന്ന് അത് തടയുന്നു. അപ്പോഴേക്കും അവിടേക്ക് പോലീസുകാരും എത്തുന്നു. ചങ്സോ ആവട്ടെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് ഒരു ബന്ധുവില്ലാത്തവരെ അവിടെ നിന്ന് സംസാരിച്ചിട്ട് എസ്കേപ്പ് ആവുന്നു. ഇപ്പോൾ നമ്മുടെ മാർക്കും ജിങ്കിയും പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ജിങ്കി പോലീസുകാരോട് പറയുന്നത് ഈ മാർക്ക് ഒരു US സിറ്റിസൺ ആണ്, ഇവിടെ പഞ്ചഗുസ്തി മത്സരത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും പോലീസുകാർ ഇതൊന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളെ രണ്ടുപേരെയും കണ്ട നിങ്ങൾക്ക് റൗഡി പിള്ളേരെ പോലെയാണോ തോന്നുന്നത്? ഇദ്ദേഹം ഒരു പഞ്ചഗുസ്തിക്കാരനാണ്, വേണമെങ്കിൽ നിങ്ങളൊന്ന് പഞ്ചഗുസ്തി പിടിച്ചു നോക്കൂ എന്ന് പോലീസുകാരോട് ജിങ്കി പറയും. അങ്ങനെ പോലീസുകാർ മാർക്കുമായിട്ട് ഏറ്റുമുട്ടും. എവിടെ ഈസി ആയിട്ട് പോലീസുകാരെ അങ്ങ് തോൽപ്പിക്കും. പക്ഷെ എന്നിട്ടും പോലീസുകാർ അവരെ വിടുന്ന ലക്ഷണമൊന്നുമില്ല. ID കാർഡ് കാണിച്ചാൽ ഞങ്ങൾ വിട്ടേക്കാമെന്നാണ് അവർ പറയുന്നത്. കറക്റ്റ് ആ സമയത്തിന് സൂജിനും പിള്ളേരും അങ്ങോട്ടേക്ക് വരുന്നു. മാർക്കിന്റെ പാസ്പോർട്ടും പിന്നെ ആ പഴയ പെട്ടിയും ഒക്കെ പുള്ളിക്കാരിയുടെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് സൂജിൻ പോലീസുകാരോട് പറയും, ഇത് എൻ്റെ അമ്മയുടെ മകനാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ അമ്മ ക്യാൻസർ ബാധിച്ച് മരിച്ചു. എൻ്റെ ഭർത്താവിനെയും എനിക്ക് നഷ്ടപ്പെട്ടു. 2 പിഞ്ചു കുഞ്ഞുങ്ങളോടൊപ്പം ഒറ്റയ്ക്ക് താമസിക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ ചേട്ടനെ വിളിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് സൂജിൻ പറയുന്നു. അതിനോടൊപ്പം തന്നെ പ്രൂഫിന് വേണ്ടിയിട്ട് ആ പാസ്പോർട്ടും ആ ബോക്സിലുള്ള ഫോട്ടോയും പോലീസുകാരെ കാണിക്കുന്നു. രണ്ടുപേരുടെയും അച്ഛന്മാർ വെവ്വേറെയാണെന്നും അവർ പോലീസിനെ അറിയിക്കുന്നു. അങ്ങനെ പോലീസുകാർ അവരെ വെറുതെ വിടുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം സൂജിൻ മാർക്കിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. പക്ഷേ മാർക്കിന് അതിന് താല്പര്യമുണ്ടായിരുന്നില്ല. അവൻ എന്ത് പറയുമെന്നറിയാതെ ഇങ്ങനെ കുഴങ്ങി നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ കുഞ്ഞി പെണ്ണ് അവന്റെ കൈ പിടിച്ച് വാങ്കിൾ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ക്യൂട്ടായിട്ട് അവനെ വിളിക്കുന്നു. അവളുടെ ആ വിളി നിരസിക്കാൻ മാർക്കിന് സാധിച്ചില്ല. അങ്ങനെ മാർക്കും അവരുടെ കൂടെ വീട്ടിലേക്ക് പോകുന്നു. അടുത്ത ദിവസം രാവിലെ മാർക്കും ജിങ്കിയും സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് നമ്മുടെ പിള്ളേർ അങ്ങോട്ടേക്ക് വരുന്നു. നമ്മുടെ കുഞ്ഞി പെണ്ണ് നേരെ മാമന്റെ അടുത്ത് പോയിട്ട് അയ്യോ മാമന്റെ കൈ എത്ര വലുതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. അതേസമയം ആ ചെക്കന് കക്കുസുപ്പം മൂട്ടിയിട്ടാണെങ്കിൽ വാതിലോട്ട് തുറക്കാനും പറ്റുന്നില്ല. അവൻ ആ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. മാർക്ക് പോയിട്ട് ഞാൻ സഹായിക്കാമെന്നും പറഞ്ഞിട്ട് ഡോറ് തുറക്കുന്നതിന് പകരം അത് പൊളിച്ച് ഊരി മാറ്റി വെക്കുന്നു. ഇതാ കുഞ്ഞിച്ചക്കനും കുഞ്ഞിപ്പെണ്ണും പിന്നെ നമ്മുടെ ജിങ്കിയും നോക്കി അന്തം വിട്ട് നിൽക്കുന്നു. ഇപ്പൊ അവരുടെ വീടിന് പുറത്ത് കുറച്ച് കോളേജ് പിള്ളേര് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൂജിൻ കാണും. അവൾ അവരോട് ഇതൊന്നും ശരിയല്ല, ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നു. പക്ഷെ അവര് അത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. മാത്രമല്ല സൂജിനെ കളിയാക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് മാർക്ക് അങ്ങോട്ടേക്ക് വരുന്നു. അവനെ കണ്ട ഉടനെ തന്നെ അവർ പേടിച്ച് അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടം. ഇപ്പോൾ സൂജിൻ മാർക്കിനോട് പറയും, നിങ്ങൾ ലാസ്റ്റ് ടൈം വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ സമയത്ത് തന്നെ അമ്മേനെ കാണാനാ വന്നതെന്ന് ഞങ്ങളോട് പറയാമായിരുന്നില്ലേ എന്ന് സൂജിൻ ചോദിക്കുന്നു. പക്ഷെ മാർക്ക് അതിന് മറുപടിയൊന്നും പറയുന്നില്ല. ഇപ്പൊ നമ്മുടെ കുട്ടികൾ മാർക്കിന്റെ മെഡലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാർക്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് അവന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് എന്റെ പാസ്പോർട്ടും ക്യാഷും നിങ്ങൾ കണ്ടോ എന്ന് പിള്ളേരോട് ചോദിക്കുന്നു. അവരില്ല എന്ന് മറുപടി പറയുന്നു. ശരി ഞാനിപ്പോ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് മാർക്ക് അവരോട് പറയുന്നു. അതോടെ ആ കുഞ്ഞിപ്പെണ്ണിന് ഭയങ്കരമായിട്ട് വിഷമം വരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് പോണ്ട അങ്കിൾ എന്ന് പറയുന്നു. പക്ഷെ എന്നാലും അവൻ അതൊന്നും കേൾക്കാതെ അവിടെ നിന്നും പുറപ്പെടുന്നു. ആ സമയത്ത് സൂജിന് കടം കൊടുത്ത 2 പേര് പൈസ തിരിച്ചു ചോദിച്ചിട്ട് അവളെ ടോർച്ചർ ചെയ്യാമെന്ന് കരുതി അങ്ങോട്ടേക്ക് വരുന്നു. നമ്മുടെ മാർക്ക് അവരെ കൈ പിടിച്ച് പേടിപ്പിച്ച് പറഞ്ഞു വിടുന്നു. ഇത് കണ്ട കുട്ടികൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് കൈയൊക്കെ അടിക്കുന്നു. അങ്ങനെ മാർക്ക് വീണ്ടും ആ കുട്ടികളുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ആ പോയവർ ഇനിയും വന്നേക്കാം, ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വേണ്ടേ എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ താമസിക്കാൻ തയ്യാറാവുന്നു. കുട്ടികൾക്കും പെരുത്ത് സന്തോഷം. നമ്മുടെ ജിങ്കി അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് TV സ്റ്റേഷനിലുണ്ട്. അയാളെ വിളിച്ചിട്ട് നിങ്ങളിപ്പോൾ ഡോക്യുമെന്ററി എടുക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ആ സീൻ അവിടെ കട്ടാവുന്നു. ഇപ്പോൾ പലിശക്കാർ വീണ്ടും സൂജിന്റെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ മാർക്ക് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അവന്മാർ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇപ്പോൾ ചങ്സോയെ കാണിക്കുന്നു. അവൻ മറ്റൊരു ആം റെസ്ലറെ പറ്റി സംസാരിക്കുകയാണ്. ആ കോംബോയില്ലേ അയാളുടെ ഒരു ടീമേറ്റ്, ശരിക്കും ഇയാളായിരുന്നു നമ്പർ 1 ആം റെസ്ലർ. പക്ഷേ സ്റ്റീറോയിഡ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അയാളെ മത്സരങ്ങളിൽ നിന്നെല്ലാം വിലക്കി. ഇപ്പോൾ ഞാൻ അയാളെ പറ്റി അന്വേഷിച്ചപ്പോൾ അയാൾ ജയിലിലാണ്. അവനെ ഞാൻ പുറത്തു കൊണ്ടുവരും, അയാളുമായിട്ട് പാർട്ണറാവും. അവനുമായിട്ട് മത്സരിച്ച ഒരാളുടെയും കൈ അവൻ പൊട്ടിക്കാതെ വെറുതെ വിട്ടിട്ടില്ല. ആം റെസ്ലിംഗിലൂടെ അവൻ ഓരോരുത്തരുടെയും കൈ അടിച്ച് പൊട്ടിക്കും. അവനെ ഞാൻ മാർക്കിനെതിരായിട്ട് ഇറക്കും എന്നൊക്കെ ചങ്സോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജിങ്കി മാർക്കിനോട് ബൂസാനിൽ ഒരു ചെറിയ റെസ്ലിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, നമുക്ക് ഫാമിലി ആയിട്ടൊന്ന് അങ്ങോട്ടേക്ക് പോയാലോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടപ്പോൾ കുട്ടികളും ഭയങ്കര എക്സൈറ്റഡ് ആയി. അവർ മാമ പോവാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും ബൂസാനിലേക്ക് പോകുന്നു. ബൂസാനിൽ ഇവന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോംബോ എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാർക്കും കോംബോയും തമ്മിലാണ് മത്സരം നടക്കുന്നത്. അതോടെ വീട്ടുകാരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മാർക്കിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ജിങ്കി ഒരാളെ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നല്ലോ, ഒരു TV-യിൽ ഉണ്ടായിരുന്ന സുഹൃത്തിനെ. അപ്പോൾ പുള്ളിക്കാരൻ അവരുടെ എക്സൈറ്റ്മെന്റും ആ വീഡിയോസും കാര്യങ്ങളും ഒക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മത്സരത്തിൽ മാർക്ക് കോംബോയെ തോൽപ്പിക്കുന്നു. അതിനുശേഷം എല്ലാവരും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുന്നു. അങ്ങനെ അന്ന് രാത്രി മാർക്ക് ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടപ്പോൾ സൂജിൻ പോയിട്ട് സംസാരിക്കുന്നു. അമ്മ അവസാന നിമിഷം വരെ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അന്ന് അവർക്ക് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം നിങ്ങളെ വിട്ടുപോയത്. പക്ഷെ അതിന് അവർ ഒരുപാട് വിഷമിച്ചിരുന്നു. നിങ്ങളെ എപ്പോഴെങ്കിലും കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ സൂജിൻ മാർക്കിനോട് പറയുന്നു. അമ്മയുടെ കല്ലറ ഒന്ന് വന്ന് കാണാൻ പറ്റുമോ എന്ന് സൂജിൻ മാർക്കിനോട് ചോദിക്കുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും ഫ്രണ്ട്ലി ആയിട്ട് ആം റെസ്ലിംഗ് ചെയ്യുന്നു. അടുത്ത ദിവസം മാർക്കിനെ പറ്റിയുള്ള ഡോക്യുമെന്ററി TV-യിലൂടെ പ്രക്ഷേപണം ചെയ്യാൻ തുടങ്ങി. അവരെല്ലാം അത് കണ്ട് ആസ്വദിക്കുന്നു.
അങ്ങനെ ഒരു ദിവസം സൂജിൻ നമ്മുടെ കൊച്ചി ചെറുക്കന് വേണ്ടിയിട്ട് ഒരു ഷൂ വാങ്ങിക്കൊണ്ടുവരുന്നു. അവൻ ആദ്യം ചോദിച്ച ഷൂ ഓർമ്മയില്ല, അത് പക്ഷേ അവന്റെ കയ്യിൽ കൊടുക്കാതെ അമ്മ ഒരു സ്ഥലത്ത് മാറ്റി വെക്കുന്നു. നമ്മുടെ മാർക്ക് എന്ത് ചെയ്തു എന്നറിയാം, അത് എടുത്തു കൊണ്ടുപോയിട്ട് അവന് കൊടുത്തിട്ട് നിന്റെ അമ്മ വാങ്ങി വെച്ചതാണെന്നും അമ്മയ്ക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടമാണെന്നും ഒക്കെ പറയുന്നു. അതോടൊപ്പം മാർക്ക് ആ കുഞ്ഞിപ്പെണ്ണിന് പ്രോമിസ് ചെയ്യുന്നു ഈ ചാമ്പ്യൻഷിപ്പിൽ എന്തായാലും താൻ ജയിക്കുമെന്ന്. സൂജിൻ വൈകിട്ട് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ നേരത്തെ മാർക്ക് ഒടിച്ചു വെച്ച വാതിലില്ലേ, അത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നു. മാത്രമല്ല അവിടെയായിട്ട് കിടന്നിരുന്ന സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് സൂജിന് വളരെ സന്തോഷമാവുന്നു. ഇപ്പോൾ മാർക്കും ജിങ്കിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജിങ്കിക്ക് ഒരു കോള് വരുന്നു. അവൻ കുറച്ച് അസ്വസ്ഥനായിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് പോകണമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. നമ്മുടെ മാർക്കാവട്ടെ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ അറിയാതെ ഫോളോ ചെയ്യുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ ജിങ്കിയുടെ അച്ഛൻ ഒരുത്തനെ വിശ്വസിച്ച് ഒരുപാട് വലിയ സാമ്പത്തിക ക്രമക്കേടുകളിൽ പെട്ടു. അതിന്റെ പേരിൽ ഒരുപാട് കടങ്ങളും അയാൾക്കുണ്ട്. അതൊക്കെ കഷ്ടപ്പെട്ട് അടയ്ക്കുന്നത് ജിങ്കിയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മാർക്കിന് മനസ്സിലാവുന്നു. മാർക്കും കുട്ടികളും വളരെ അടുത്തിടപഴകി ക്ലോസ് ആയിട്ട് സന്തോഷത്തോടെ കളിക്കുന്നതും ജയിക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ സൂജിന് ഭയങ്കര സന്തോഷമാവുന്നു. അതിനുശേഷം സൂജിൻ മാർക്കിനോട് പറയും നാളെ നമുക്കൊരു സ്ഥലം വരെ പോയാലോ എന്ന്. മാർക്ക് അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അവൻ മുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ആ കൊച്ചി ചെറുക്കൻ അവിടെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിനക്ക് കമ്പ്യൂട്ടറിലൊക്കെ ഭയങ്കര ടാലന്റ് ആണല്ലോ എന്ന് മാർക്ക് അവനോട് ചോദിക്കുന്നു. കുറച്ചൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ അമ്മമ്മയും മാമനും ഒരുപാട് ഇമെയിൽ അയക്കുമായിരുന്നു എന്ന് അവൻ മാർക്കിനോട് പറയുന്നു. മറ്റൊരിടത്ത് നമ്മുടെ ജിങ്കി ചങ്സോയെ വീണ്ടും പോയി കാണുന്നു. മാർക്കിന് ഒരുപാട് സ്പോൺസേഴ്സ് വരുന്നുണ്ട്. എന്നാലും ആദ്യത്തെ സ്പോൺസർ നിങ്ങളായ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരു അവസരം കൂടി തരാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചങ്സോ പറയും കോംബോയെ തോൽപ്പിച്ചത് മാർക്ക് ഒറ്റയ്ക്കല്ല, അതിനു മുമ്പേ ഇവിടെ ഒരാൾ തോൽപ്പിച്ചിട്ടുണ്ട്. അവനാണ് പഞ്ച്. ഇന്ന് അവൻ ജയിലിൽ നിന്ന് റിലീസായി ഇവിടെ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് പഞ്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പഞ്ച് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിങ്കിയെ എടുത്ത് രണ്ട് പൊട്ടിച്ചിട്ട് അവൻ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. ഈ പഞ്ചിനെ പറ്റിയാണ് നേരത്തെ ചങ്സോ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതേസമയം മാർക്ക് തന്റെ അമ്മ അവൻ അയച്ചിരുന്ന എല്ലാ ഇമെയിലുകളും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്തു തന്ന പോലെ നിന്നെ കൂട്ടിയിട്ട് വരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാനന്ന് ചെയ്തതിന് നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സൂജിനും. അവളുടെ അച്ഛനെയും അമ്മയെയും ഭർത്താവിനെയും അവൾക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ 2 കുട്ടികൾ മാത്രമാണുള്ളത്. അവളെ ഞാൻ എന്റെ മകളെ പോലെ തന്നെയാണ് കാണുന്നത്. അവളെ ഞാൻ എന്റെ കൂടെ താമസിപ്പിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഒരു കുടുംബം പോലെ തന്നെയാണുള്ളത്. അവൾ കാരണം എനിക്ക് ഒരു കുടുംബം കിട്ടി. ആ ജീവിതത്തിൽ ഞാൻ സന്തോഷവതിയാണെങ്കിലും നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. ഞാൻ ഈ അയക്കുന്ന ഇമെയിലുകളൊക്കെ നീ വായിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഞാൻ എന്റെ ഡയറിയിലും കുറിച്ചു വയ്ക്കുന്നുണ്ട്. എന്നെങ്കിലും നിന്നെ കാണാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ആ അമ്മ വളരെ ഫീൽ ചെയ്തുകൊണ്ടാണ് അവന് ഇമെയിൽ അയച്ചിരിക്കുന്നത്. അടുത്ത ദിവസം സൂജിൻ അവളുടെ ചേട്ടനെയും കൂട്ടി അമ്മയുടെ കല്ലറയ്ക്കടുത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് മാർക്ക് സൂജിനോട് ചോദിക്കും, നീ എന്തിനാണ് എന്നോട് നുണ പറഞ്ഞത്? എനിക്കും ഒരു കുടുംബം കിട്ടിയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നീ എന്നോട് നുണ പറയുകയാണ് ചെയ്തത്. നീ എന്റെ അമ്മയുടെ മകള് തന്നെയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് അങ്ങനെയല്ല എന്ന് എനിക്കറിയാം. അപ്പോൾ സൂജിൻ പറയും, ഇല്ല അണ്ണാ, ഞാൻ ഇന്ന് അതൊക്കെ അമ്മയുടെ ഈ കല്ലറയ്ക്ക് മുന്നിൽ വെച്ച് ചേട്ടനോട് പറയണമെന്നാണ് വിചാരിച്ചത്. അതിനാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതും എന്ന് സൂജിൻ പറയുന്നു. പക്ഷെ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ മാർക്ക് അവിടെ നിന്നും നടന്നു നീങ്ങുന്നു. അപ്പോൾ സൂജിൻ ഞാൻ അമ്മയുടെ മകള് തന്നെയാണ് എന്ന് ഉച്ചത്തിൽ കരഞ്ഞു പറയുന്നു. പക്ഷെ മാർക്ക് അതൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു. അപ്പോൾ ജിങ്കി വന്ന് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ മാർക്ക് പറയും, എനിക്കറിയാം നീയും എന്നെ ഉപയോഗിക്കുന്നത് പണത്തിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. അപ്പോൾ ജിങ്കി ചോദിക്കും, അപ്പോൾ പിന്നെ നീ ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ വിളിച്ചപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു. നീ എനിക്കൊരു അനിയനെ പോലെയാണെന്ന് പറഞ്ഞിട്ട് മാർക്ക് അവിടെ നിന്ന് നടന്നു നീങ്ങുന്നു. ആ ഇൻസിഡന്റ് കാരണം കുഞ്ഞുങ്ങളും സൂജിനും മാർക്കും വളരെ വിഷമത്തിലാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരും ടൂർണമെന്റിന് വേണ്ടിയിട്ട് ഭയങ്കര പരിശീലനത്തിലാണ്. മാർക്കും കോംബോയും എല്ലാവരും. അങ്ങനെ ടൂർണമെന്റ് ദിവസം വന്നെത്തി. ആ കുട്ടികൾ സൂജിനോട് ഞങ്ങളെ ടൂർണമെന്റ് കാണാൻ കൂട്ടിക്കൊണ്ടു പോവില്ലേ എന്ന് ചോദിക്കുന്നു. അതിന് സൂജിൻ പറയും, മക്കളെ ഞാനൊരു തെറ്റ് ചെയ്തു, അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന് മുന്നിൽ പോകാൻ പറ്റില്ല എന്ന്. സൂജിൻ കടയിൽ പോയിട്ട് ഈ ചാമ്പ്യൻഷിപ്പിന്റെ ലൈവ് ടെലികാസ്റ്റ് മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ചാമ്പ്യൻഷിപ്പിന്റെ സ്ഥലത്ത് മാർക്കിനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ ആകെ ഡള്ളായിട്ടാണുള്ളത്. ഇത് ടിവിയിലൂടെ കണ്ട ആ കുഞ്ഞുങ്ങൾക്കും ആകെ വിഷമമാകുന്നു. മാമനാകെ ഡള്ളാണെന്നും ചിലപ്പോൾ മാമന്റെ ഈ മെഡലില്ലാത്തതുകൊണ്ടായിരിക്കാം മാമന് വിഷമമെന്നും അവർ പറയുന്നു. നമുക്ക് ഈ മെഡൽ മാമന് കൊണ്ടുകൊടുക്കാമെന്നും പറഞ്ഞ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ അവർ റെഡിയാവുന്നു. ചാമ്പ്യൻഷിപ്പിൽ മത്സരങ്ങളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും എതിരാളികളോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ച് അവന്റെ എതിരാളികളുടെയൊക്കെ കൈ അടിച്ചൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോംബോ, മാർക്ക്, പഞ്ച് ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. അയ്യോ, ഡയലോഗ് മാറി. കോംബോ, മാർക്ക്, പഞ്ച് ഇവർ 3 പേരുമാണ് ഇപ്പോൾ ലീഡിൽ നിൽക്കുന്നത്. പക്ഷെ അതിനിടയിൽ ഒരു മാച്ചിൽ മാർക്ക് തോൽക്കുന്നു. പക്ഷെ റഫറീസ് ഒക്കെ വീണ്ടും ആ വിഷ്വൽസ് ചെക്ക് ചെയ്തപ്പോൾ അത് ഫൗളാണെന്ന് കാണുകയും റീമാച്ച് നടത്തുകയും ചെയ്യുന്നു. റീമാച്ചിൽ മാർക്ക് തന്നെ വിജയിക്കുന്നു. അതേസമയം ചങ്സോ ജിങ്കിയെ വിളിച്ച് മാർക്കിനോട് തോൽക്കാൻ പറഞ്ഞുകൊണ്ട് കൂടുതൽ പണം ഓഫർ ചെയ്യുന്നു. പക്ഷെ ജിങ്കി അതിന് സമ്മതിക്കുന്നില്ല. പക്ഷെ അവന്റെ കടങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ചങ്സോ ജിങ്കിയെ കൺവിൻസ് ചെയ്യുന്നു.
പഞ്ചിനോട് മത്സരിക്കുന്ന എല്ലാവരുടെയും കൈ അവൻ വീണ്ടും വീണ്ടും അടിച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മത്സരത്തിനിടയിൽ മാർക്കിന്റെ കൈയും ചെറുതായിട്ട് സ്പ്രെയിൻ ആവുന്നു. ജിങ്കി പൈസ എടുത്തു വന്നിട്ട് മാർക്കിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ മാർക്ക് പറയും, വേണ്ട, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല, എനിക്കിപ്പോൾ ഞാൻ ആരാണെന്ന് പ്രൂവ് ചെയ്യാണ് വേണ്ടത്, ഈ മത്സരത്തിൽ ജയിക്കുകയാണ് അതിന് വേണ്ടത്, എനിക്കത് മതി, ഈ പണമൊന്നും വേണ്ട എന്നും പറഞ്ഞ് മാർക്ക് അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ നമ്മുടെ കൊച്ചു പിള്ളേർ ആ ടൂർണമെന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു. പക്ഷേ വലിയ ആൾക്കാർ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെ ഉള്ളിലേക്ക് കടത്തിവിടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവരുടെ അമ്മയുടെ ഫ്രണ്ട് ജിയോങ് അങ്ങോട്ടേക്ക് വരുന്നു. കുട്ടികൾക്കാകെ ഭയങ്കര സന്തോഷമായി. കാരണം ഇപ്പോൾ ജിയോങ്ങിന്റെ കൂടെ അവർക്ക് ഉള്ളിലേക്ക് പോകാൻ സാധിക്കും. ജിയോങ് നേരെ സൂജിന് കോള് വിളിക്കുന്നു. അവളാകട്ടെ മൊബൈലിൽ ലൈവായിട്ട് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത കടക്കാരിയുടെ ഫോണിൽ വിളിച്ചിട്ട് കുട്ടികൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ജിയോങ് സൂജിനെ അറിയിക്കുന്നു. അടുത്ത മാച്ച് മാർക്കും കോംബോയും തമ്മിലാണ്. ആ കുട്ടികൾ ജിങ്കിയുടെ അടുത്തെത്തുന്നു. മാർക്കും ആ കുട്ടികളെ കാണുന്നു. ഇപ്പൊ ആ കുട്ടികളും ജിങ്കിയും ഒക്കെ ചേർന്ന് മാർക്കിന് വേണ്ടിയിട്ട് ചീറപ്പ് ചെയ്യുന്നു. മാർക്ക് ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം കോംബോയെ തോൽപ്പിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ജിങ്കി പണമെല്ലാം എടുത്തിട്ട് ചങ്സോയുടെ അടുത്ത് പോയിട്ട് ഈ പണത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അത് അയാൾക്ക് തിരിച്ചു കൊടുക്കുന്നു. മാർക്ക് തന്നെ ഈ മത്സരത്തിൽ എന്തായാലും ജയിക്കുമെന്ന് ജിങ്കി അയാളോട് പറയുന്നു. ദേഷ്യം വന്ന ചങ്സോ ജിങ്കിയെ അടിക്കാൻ തുടങ്ങി. കൃത്യസമയത്ത് തന്നെ നമ്മുടെ മാർക്ക് അവിടെ എത്തി ചങ്സോയെയും കൂട്ടുകാളികളെയും അടിച്ചിട്ട് ജിങ്കിയെ രക്ഷപ്പെടുത്തുന്നു. അവസാനത്തെ മത്സരം മാർക്കും പഞ്ചും തമ്മിലാണ്. ആ കൊച്ചുകുട്ടികൾ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് മാർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ജിങ്കിയും എന്തായാലും നീ തന്നെ ജയിക്കുമെന്ന് അവന് ധൈര്യം പകരുന്നു. മാർക്കിന്റെ അനിയത്തി സൂജിനും ഇപ്പോ ആ സ്റ്റേഡിയത്തിലേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ മാച്ച് ആരംഭിച്ചു. തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാർക്കിന്റെ കൈകൾക്ക് പരിക്ക് പറ്റുന്നു. ഇപ്പോ സൂജിൻ അവിടേക്ക് എത്തിയിരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ മാർക്ക് തോൽക്കുന്ന ഒരവസ്ഥയിലാണ്. അവൻ മുന്നിലേക്ക് നോക്കുമ്പോൾ അവന്റെ പെങ്ങളുടെ മുഖം അവൻ കാണുന്നു. മാത്രമല്ല അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൽ താൻ അനുഭവിച്ച സ്നേഹവും ആ കുഞ്ഞുങ്ങളുടെ മുഖവും അവരുടെ ഇഷ്ടങ്ങളും ഒക്കെ അവന്റെ മനസ്സിലേക്ക് കയറി വരുന്നു. അതോടെ ഒരു വെറിത്തനമായ ബലം അവന് കിട്ടുന്നു. അതോടുകൂടി അവൻ പഞ്ചിനെ തോൽപ്പിക്കുന്നു. ജിങ്കി ഓടി വന്ന് മാർക്കിനെ കെട്ടിപ്പിടിക്കുന്നു. അതിനുശേഷം മാർക്ക് അവന്റെ പെങ്ങളെയും ഹഗ് ചെയ്യുന്നു. അതിനുശേഷം മാർക്കിന്റെ ഇന്റർവ്യൂ എടുക്കുകയാണ്. നിങ്ങളുടെ അമ്മയോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ഇന്റർവ്യൂവർ മാർക്കിനോട് ചോദിക്കുന്നു. അമ്മ, ഐ എം സോറി, ഇത്രയും വൈകി വന്നതിന്. അമ്മ കാരണം എനിക്ക് നല്ലൊരു കുടുംബം കിട്ടിയിരിക്കുകയാണ്. പക്ഷെ ഇപ്പോ അമ്മയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് കരഞ്ഞുകൊണ്ട് മാർക്ക് പറയുന്നു. അങ്ങനെ മാർക്കിന്റെ വിജയം എല്ലാവരും ആഘോഷിക്കുന്നു. അങ്ങനെ കൊറിയയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇന്റർനാഷണൽ മത്സരത്തിൽ മാർക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നു. ആ ഒരു രംഗത്തോടു കൂടി സിനിമയും അവസാനിക്കുന്നു. അപ്പോൾ ഈ കഥയും ഈ സിനിമയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള ഒരു സിനിമയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ